Hi all, this is Abhay from Prepwise. 2024-ൽ CUET PG, IIT JAM, TISNET മുതലായ PG എൻട്രൻസ് എക്സാം ടാർഗറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കായി Prepwise സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു മാച്ച് ഫോളോയിങ് ആണ്. ലിസ്റ്റ് 1-നകത്ത് DNAs 1, RNAs H, S1 ന്യൂക്ലിയേസ് ആൻഡ് ടെർമിനൽ ട്രാൻസ്ഫറേസ് കൊടുത്തിട്ടുണ്ട്. ലിസ്റ്റ് 2-നകത്താണെന്നുണ്ടെങ്കിൽ എന്താ ഉള്ളത്? DNA degrade single stranded DNA, add nucleotides to the 3' end of DNA. തേർഡ് ഓപ്ഷൻ വരുന്നത് ഇറ്റ് പ്രൊഡ്യൂസസ് സിംഗിൾ സ്റ്റാൻഡേർഡ് നിക്സ് എന്നാണ്. അപ്പം നാലാമത്തെ ഓപ്ഷൻ വരുന്നത് ഡിഗ്രേഡ്സ് ദി DNA ദി RNA പോർഷൻ ഓഫ് DNA RNA ഹൈബ്രിഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാ കണക്ട് ചെയ്യാൻ പറ്റുക? ഇതിനകത്ത് ഇപ്പൊ നമുക്ക് അറിയാവുന്നതൊക്കെ തമ്മിലൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പം DNAs 1-നെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന എന്താണ്? ഈ പറഞ്ഞ DNA-നെ ബ്രേക്ക് ചെയ്യുന്നത് എന്താണ്? സിംഗിൾ സ്റ്റാൻഡേർഡ് DNA പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് അല്ലെ. അപ്പൊ A നമുക്ക് 3 ആയിട്ട് കണക്ട് ചെയ്യാം. A 3 ആയിട്ട് വരുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. ഓപ്ഷൻ 2 ആണല്ലേ. അത് കഴിഞ്ഞ നമുക്ക് എന്ത് ചെയ്യാം? B RNAs H ആണ്. അതിനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? വിച്ച് ഡിഗ്രേഡ് ദി RNA പോർഷൻ ഓഫ് DNA RNA ഹൈബ്രിഡ്. ഒരു ഹൈബ്രിഡ് ഉണ്ടെങ്കിൽ അതിൽ RNA പോർഷനെ ഡിഗ്രേഡ് ചെയ്യുന്ന ആളാണ് ആര്? RNAs H എന്ന് പറയുന്നത്. പിന്നെ S1 ന്യൂക്ലിയസ് എന്ന് പറയുന്നത് എന്താ ചെയ്യുന്നത്? വിച്ച് ഡിഗ്രേഡ് സിംഗിൾ സ്റ്റാൻഡേർഡ് DNA. ടെർമിനൽ ട്രാൻസ്ഫറേസ് എന്താ ചെയ്യുന്നത്? വിച്ച് ആഡ് ന്യൂക്ലിയോടൈഡ്സ് ടു ദി 3' end of DNA. അപ്പോ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ 2 ആണ്. അപ്പൊ ഒരെണ്ണം കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരെ ഈസി ആയിട്ട് ബാക്കിയുള്ളതും കൂടെ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഇതൊരു 2 സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. 2 സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിട്ടുള്ളത്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കുക. എന്നതിന് ശേഷം കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇതാണ് ചെയ്യേണ്ടത്. നോർത്തേൺ ABD ആൻഡ് വെസ്റ്റേൺ ബ്ലോട്ടിംഗ് ടെക്നിക് നോർത്തേൺ ആൻഡ് വെസ്റ്റേൺ ബ്ലോട്ടിംഗ് ടെക്നിക്സ് ആർ യൂസ്ഡ് ടു സൈസ് ആൻഡ് ക്വാണ്ടിഫൈ RNA ആൻഡ് പ്രോട്ടീൻ മോളിക്യൂൾ റെസ്പെക്റ്റീവ്ലി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നോർത്തേൺ ബ്ലോട്ടിങ്ങും വെസ്റ്റേൺ ബ്ലോട്ടിങ്ങും എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. SD ആണ്. അതായത് സദേൺ ബ്ലോട്ടിംഗ് ഈസ് യൂസ്ഡ് ഫോർ DNA, WP വെസ്റ്റേൺ ബ്ലോട്ടിംഗ് ഫോർ പ്രോട്ടീൻ ആൻഡ് NR ആണ്. അതായത് നോർത്തേൺ ബ്ലോട്ടിംഗ് ഫോർ RNA എന്നുള്ള രീതിയിലാണ് ഞാൻ ഓർത്ത് വെക്കാറുള്ളത്. WP SD NR വെസ്റ്റേൺ ബ്ലോട്ടിംഗ് പ്രോട്ടീനും നോർത്തേൺ ബ്ലോട്ടിംഗ് RNAക്കും സദേൺ ബ്ലോട്ടിംഗ് DNAക്കും ആണല്ലോ. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയല്ലേ? യെസ്. രണ്ടാമത് നോക്കാം. ഇൻ ബ്ലോട്ടിംഗ് ടെക്നിക് മോളിക്യൂൾസ് ആർ ട്രാൻസ്ഫേർഡ് ഫ്രം ജെൽ ടു എ മെംബ്രെയിൻ ബൈ കാപ്പിലറി ആക്ഷൻ. മെംബ്രെയിനിൽ നിന്ന് ഈ ജെല്ലിൽ നിന്ന് എന്ത് ചെയ്യാണ്? നൈട്രോസെല്ലോസ് മെംബ്രെയിന്റെ മേലെ ബ്ലോട്ട് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണ്? കാപ്പിലറി ആക്ഷൻ വഴിയാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അപ്പൊ ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ ട്രൂ ഹിയർ. കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ 1 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഗിവൺ ബിലോ ആർ 2 സ്റ്റേറ്റ്മെന്റ്സ്. അപ്പൊ അത് സെയിം അസേർഷൻ റീസണിങ് ക്വസ്റ്റ്യൻ ആണ്. അസേർഷൻ ഉണ്ടാവും, റീസണും ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഏതാണ്ട് നിങ്ങൾ വളരെ ഫെമിലിയർ ആയിട്ടുണ്ടാവും. അസേർഷൻ വായിച്ചു നോക്കാം. In tertiary structure of protein, hydrophobic side chains are held interior, while the hydrophilic groups are on the surface of the protein molecule എന്ന് പറഞ്ഞാൽ ശരിയാണല്ലോ. അതായത് ഹൈഡ്രോഫിലിക് ആയിട്ടുള്ളത് പുറത്തും ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള ഉള്ളിലേക്കും ആയിട്ട് വരിക. ഇനി അതർ ദാൻ അതിന്റെ റീസൺ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. അതർ ദാൻ ഹൈഡ്രജൻ ബോണ്ട്, ഡൈസൾഫൈഡ് ബോണ്ട്, അയണിക് ഇന്ററാക്ഷൻ, ഇലക്ട്രോസ്റ്റാറ്റിക് ഇന്ററാക്ഷൻ, van der Waals forces also hydrophobic interaction and van der Waals forces also contribute to the tertiary structure of protein. ശരിയാണല്ലോ. പക്ഷേ രണ്ട് സ്റ്റേറ്റ്മെന്റ് ശരിയാണെങ്കിൽ കൂടിയിട്ടും എന്താണ്? ആദ്യത്തെ അസേർഷന്റെ കറക്റ്റ് റീസൺ ആണോ അത്? ഹൈഡ്രോഫോബിക് എന്റെ ഉള്ളോട്ടേക്ക് വരാനും അല്ലെങ്കിൽ ഹൈഡ്രോഫിലിക് എന്റെ പുറത്ത് വരാനുള്ള റീസൺ ആണോ അത്? അല്ലല്ലോ. അപ്പൊ രണ്ട് സ്റ്റേറ്റ്മെന്റുകളും ശരിയാണ്. പക്ഷെ എന്തല്ല? അസേർഷന്റെ കറക്റ്റ് ആയിട്ടുള്ള റീസൺ അല്ല രണ്ടാമത് കൊടുത്തിരിക്കുന്നത്. സോ സെക്കൻഡ് ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാം. ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ, but reason is not the correct explanation of assertion. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. Lamb brush chromosomes were first discovered in salamander oocytes by. ആരാണ് ഈ ലാംബ് ബ്രഷ് ക്രോമസോംസിനെ ഏറ്റവും ആദ്യമായി സലമാൻഡർ oocyteൽ കണ്ടുപിടിച്ചതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. E.G. ബാൽബിയാനി ആണോ, അല്ലെങ്കിൽ റോബർട്ട് ഹുക്ക് ആണോ, അല്ലെങ്കിൽ റക്ലെറ്റ് ആണോ, അല്ലെങ്കിൽ വാൽട്ടർ ഫ്ലെമിംഗ് ആണോ? ഇതിൽ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇത് നമുക്ക് കുറച്ച് കൺഫ്യൂസിംഗ് ആയിരിക്കും. ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്? വാൽട്ടർ ഫ്ലെമിംഗ് ആണ് ഇതിന്റെ ആൻസർ എന്ന് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഡിഫറൻസസ് ഇൻ അബ്സോർപ്ഷൻ ഓഫ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാൻഡഡ് സർക്കുലർലി പോളറൈസ്ഡ് ലൈറ്റ് ഈസ് മെഷേർഡ് ബൈ. അതായത് ലെഫ്റ്റും റൈറ്റ് ഹാൻഡഡ് ആയിട്ടുള്ള സർക്കുലർലി പോളറൈസ്ഡ് ലൈറ്റിന്റെ അബ്സോർപ്ഷനെ നമ്മൾ എങ്ങനെയാണ് മെഷർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ സർക്കുലർലി പോളറൈസ്ഡ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, അത് ശ്രദ്ധിക്കണം. NMR ആണോ, മാസ് സ്പെക്ട്രോമെട്രി അല്ലെങ്കിൽ MS ആണോ നമ്മൾ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ CD സ്പെക്ട്രോസ്കോപ്പി അല്ലെങ്കിൽ
സർക്കുലർ ഡൈക്രോയിസം സ്പെക്ട്രോസ്കോപ്പി ആണോ അല്ലെങ്കിൽ UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി ആണോ യൂസ് ചെയ്യുക? ഇവിടെ അതിൽ സർക്കുലർലി പോളറൈസ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഫെർദർ കൺഫ്യൂഷൻസിന്റെ ആവശ്യമില്ല. കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ 3 CD സ്പെക്ട്രോസ്കോപ്പി ആണ് വരിക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The polar head group in spingomyelins is composed of. സ്പിഞ്ചോമൈലിൻസിന്റെ പോളാർ ഹെഡ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നാ ചോദിച്ചിട്ടുള്ളത്. ഗ്ലിസറോൾ ഓർ എഥനോളമൈൻ ആണോ അല്ലെങ്കിൽ സെറീൻ ഓർ ഗ്ലിസറോൾ ആണോ അതോ അല്ലെങ്കിൽ ഫോസ്ഫോക്ലോറിൻ ഓർ ഫോസ്ഫോ എഥനോളമീൻ ആണോ അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഓർ സ്റ്റീറോൾ കൊണ്ടാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ വലിയ സംശയത്തിന് ആവശ്യമില്ല. സ്പിഞ്ചോമൈലിൻ ആണ്, അപ്പൊ ഇത് ഫോസ്ഫോലിപ്പിഡ് ആണ്. അപ്പൊ അതിനകത്ത് എന്തുണ്ട്? ഫോസ്ഫോ കോളിൻ ഉണ്ടാവും, അതേപോലെ തന്നെ ഫോസ്ഫോ എഥനോൾ അമൈനും കൊണ്ടാണ് ഇതിന്റെ പോളാർ ഹെഡ് ഫോം ചെയ്തിരിക്കുന്നത്. കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ 3 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് മൈക്രോ ഓർഗാനിസം പ്രൊഡ്യൂസസ് ഡെക്സ്ട്രാൻ? താഴെ കൊടുത്തതിൽ ഏതാണ് ഡെക്സ്ട്രാൻ ഉണ്ടാക്കുന്നത് നോക്കി വെക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ ക്ലോസ്ട്രിഡിയം അസിറ്റോബ്യൂട്ടിലിക്കം ആണ്. രണ്ടാമത്തെന്ന് പറയുന്നത് ല്യൂക്കോനോസ്റ്റോക് മിസെന്റലിയോഡസ് ആണ്. രണ്ടാമത്തെന്ന് പറയുന്നത് എന്താണ്? മിസെന്റലോയിഡസ് ആണ്. രണ്ടാമത്തത് ബാസിലസ് സബ്റ്റിലിസ്. തേർഡ് വൺ എന്താണ്? ഫോർത്ത് വൺ എന്താണ്? എൻറ്ററോബാക്ടൽ എയോജീൻസ് ആണ്. ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയത് ഡെക്സ്ട്രാൻ ഉണ്ടാക്കുന്ന ഓർഗാനിസം എന്ന് പറയുന്നത് ല്യൂക്കോനോസ്റ്റോക് മിസെന്റലോയിഡസ് ആണ്. മിസെന്റലോയിഡസ് ആണ്. അപ്പൊ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ 2 ആണ്. അടുത്ത ക്വസ്റ്റ്യനും ഒരു അസേർഷൻ റീസണിങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് നമുക്ക് നോക്കി വെക്കാം. അസേർഷൻ ഇതാണ്: PCR is a technique to amplify large quantities of a specific DNA. ഒരു സ്പെസിഫിക് DNA ലാർജ് ക്വാണ്ടിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ PCR യൂസ് ചെയ്യാന്നാണ് പറഞ്ഞിട്ടുള്ളത്. സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. രണ്ടാമത്തത് PCR അതിന്റെ റീസൺ ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെയാണെന്ന് ആവണം അത്, അല്ലെ? നോക്കാം. PCR technique involves the following steps: renaturation, denaturation and synthesis എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? അല്ല, അതെന്താണ്? തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ അവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്? assertion is true but the reason is false എന്നാണ്. അപ്പൊ ഓപ്ഷൻ 3 ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഇതേപോലെ ഒരു സീക്വൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? കറക്റ്റ് ഓർഡറിലേക്ക് ആക്കിയിട്ട് മാറ്റണം. അപ്പൊ അതിൽ ഒന്നാമത് കൊടുത്തിരിക്കുന്നതെന്ന് പറയുന്നത് എന്താണ്, അതിനെ പറ്റിയിട്ടാന്നുള്ളത് നോക്കാം. ഐഡന്റിഫൈ ദി കറക്റ്റ് സീക്വൻസ് ഓഫ് സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ഡിറ്റക്ഷൻ ഓഫ് സ്പെസിഫിക് DNA ഫ്രാഗ്മെന്റ്സ് ഫ്രം എ മിക്സ്ചർ ഓഫ് DNA. ഒരു മിക്സ്ചർ ഓഫ് DNA യിൽ നിന്ന് നമ്മളൊരു സ്പെസിഫിക് ഫ്രാഗ്മെന്റ് ഓഫ് DNA എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ് അവിടെ ചോദിക്കുന്നത്. എ കൊടുത്തിരിക്കുന്നത് DNA സെപ്പറേറ്റഡ് ബൈ ഇലക്ട്രോഫോറസിസ് ആൻഡ് വിഷ്വലൈസ്ഡ് ബൈ സ്റ്റെയിനിങ് ആണോ? ബി ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് ഫിൽട്ടർ ഈസ് പ്ലേസ്ഡ് ഇൻ സീൽഡ് ബാഗ് വിത്ത് സൊല്യൂഷൻ കണ്ടെയ്നിങ് റേഡിയോ ആക്റ്റീവ് പ്രോബ് ആണോ? ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള DNA സാമ്പിൾസ് ആർ കട്ട് ബൈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസസ് ആൻഡ് ലോഡഡ് ഓൺ ടു ജെൽ ഉണ്ട്. അടുത്തെന്ന് പറയുന്നത് എന്താണ്? ഫിൽട്ടർ ഈസ് വാഷ്ഡ് ടു റിമൂവ് എക്സസ് പ്രോബ് ആൻഡ് പ്ലേസ്ഡ് ഓൺ എക്സ്റേ ഫിലിം ടു പ്രൊഡ്യൂസ് ഇമേജ്. അതേപോലെ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് എന്താണ്? DNA binding filter, paper towels and waves are placed on a gel. Due to capillary action, DNA fragments bind to the membrane എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു ക്വസ്റ്റ്യൻ നേരെ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ അത് ഓർത്ത് വെക്കണം. അപ്പൊ നമുക്ക് ഇതിങ്ങനെ കണക്ട് ചെയ്യാൻ ഇവിടെ പറ്റുന്ന ഒരു സാധനം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, അല്ലെ? അപ്പൊ കാപ്പിലറി ആക്ഷൻ വഴിയാണ് ചെയ്യുന്നത് ഈ ഒരു ജെല്ലിൽ നിന്ന് അങ്ങോട്ടേക്ക് പോകുന്നത് എന്നുള്ളത് മനസ്സിലായി. ഇനി ഇതിനകത്ത് ഏറ്റവും ആദ്യം നടക്കുന്ന പ്രോസസ് എന്താണ്? ഓപ്ഷൻ സി ആണ്. DNA സാമ്പിൾസ് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് വെച്ച് കട്ട് ചെയ്യണം, അല്ലെ? രണ്ടാമത് നടക്കുന്ന പ്രോസസ് എന്താണ്? അതിനെ ഇലക്ട്രോഫോറസിസ് ചെയ്യണം, എന്നിട്ട് സ്റ്റെയിൻ ചെയ്യണം, അല്ലെ? എന്നിട്ട് എന്ത് ചെയ്യണം? മൂന്നാമത്തെ നടക്കുന്ന പ്രോസസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളിവിടെ ഏറ്റവും അവസാനം എന്താ കൊടുത്തിട്ടുള്ളത്? DNA ബൈൻഡിങ് ഫിൽട്ടർ പേപ്പർ ടവൽസ് നമ്മൾ കൊടുക്കാൻ തുടങ്ങും, അല്ലെ? അതേപോലെ തന്നെ എന്താണ്? അതിന് മേലെ നമ്മളൊരു പ്രോബ് വെച്ചിട്ടുള്ള സൊല്യൂഷൻ കൊണ്ട് എന്ത് ചെയ്യാൻ തുടങ്ങും? അവസാനം അതിന് ബാഗ് സീൽ ചെയ്യാൻ തുടങ്ങും. അടുത്ത ഏറ്റവും അവസാനം എന്താണ്? ഈ ഒരു ഫിൽട്ടർ വാഷ് ചെയ്യാൻ തുടങ്ങും. എക്സസ് പ്രോബ്സിനെ നമ്മൾ റിമൂവ് ചെയ്യും. എന്നതിന് ശേഷം എന്ത് ചെയ്യും? എക്സ്റേ ഫിലിമിന്റെ മേലെ പ്ലേസ് ചെയ്യാൻ തുടങ്ങും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇമേജ് ചെയ്യും. ഇതിന്റെ കറക്റ്റ് ഓർഡർ എങ്ങനെയാണ് വരുന്നത്? ഒന്നാമത് വരുന്നത് സി ആണ്. രണ്ടാമത് വരുന്നത് എന്താണ്? എ ആണ്. സി എ വരുന്ന ഒരൊറ്റ കോമ്പിനേഷൻ മാത്രമേ ഉള്ളൂ. സി മാത്രം അറിയാന്നുണ്ടെങ്കിൽ കൂടിയിട്ട് നമുക്ക് ഈ ആൻസർ കംപ്ലീറ്റ് ചെയ്താൽ, അല്ലെ? ആദ്യത്തെ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് വെച്ച് കട്ട് ചെയ്യണ്ടേ, അല്ലെ? അപ്പൊ അത് തുടങ്ങി കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാം ഈസി ചെയ്യാൻ പറ്റും. ഇനി അതല്ലെങ്കിൽ ഫൈനൽ സ്റ്റെപ്പ് കൃത്യമായിട്ട് അറിയാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ ആൻസറിലേക്ക് ഈസി ആയിട്ട് കറക്റ്റ് ആയിട്ട് പോകാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: എ നെർവ് ഇമ്പൾസ് ഈസ് ട്രാൻസ്മിറ്റഡ് ഫ്രം വൺ ന്യൂറോൺ ടു അനദർ ത്രൂ ജംഗ്ഷൻ കോൾഡ്. ഇപ്പൊ നെർവ് ഇമ്പൾസ് ഒരു ന്യൂറോണിൽ നിന്ന് അടുത്തൊരു ന്യൂറോണിലേക്ക് എങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? ആ ജംഗ്ഷനെ പറയുന്ന പേരെന്താണ്? ഡെൻഡ്രൈറ്റ് എന്നാണോ, സിനാപ്സ് എന്നാണോ, ആക്സോൺ എന്നാണോ, ഇമ്പൾസ് എന്നാണോ?
വലിയ ഡ്രാമേന്റെ ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം? ഓപ്ഷൻ 2 സിനാപ്സ് ആണെന്ന് അറിയാം. രണ്ട് ന്യൂറോണുകൾ തമ്മിലുള്ള ഗ്യാപ്പിനെയാണ് നമ്മൾ സിനാപ്സ് എന്ന് വിളിക്കുന്നത്, അല്ലെ? ആ ഒരു സിനാപ്റ്റിക് ജംഗ്ഷൻ അല്ലെങ്കിൽ ക്ലഫ്റ്റ് എന്ന് വിളിക്കുന്നത്. ഈ ഒരു ജംഗ്ഷൻ അല്ലെങ്കിൽ എന്താണ് ഈ ഒരു കണക്ഷനെയാണ് നമ്മൾ സിനാപ്സ് എന്നും പറയുന്നത്. ഇതിലൂടെയാണ് എന്ത് ചെയ്യുക? ഈ ഒരു ഇമ്പൾസുകൾ ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുന്നുണ്ടാവുക.